എക്സാമിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളതും അതുപോലെ തന്നെ A+ പോയിട്ടുള്ളതുമായ സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാനായിട്ട് ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പം ഇംഗ്ലീഷിൻ്റെ എക്സാമിന് എങ്ങനെയൊക്കെ പഠിച്ചാലാണോ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുക, എന്തൊക്കെ ചെയ്താലാണോ ഒന്ന് എന്താ പറയുക, ഇംഗ്ലീഷ് നമുക്ക് ഓക്കെ മീൻസ് മാത്സ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന പോലെ കെമിസ്ട്രി പഠിക്കുന്ന പോലെ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ പോലും നമുക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു പോവുക അല്ലേ. അപ്പം ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചാലാണ് ഒന്ന് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുക എന്നൊരു സെർച്ചിങ്ങിലായിരിക്കും നിങ്ങളിപ്പോൾ ഫുള്ള്. യൂട്യൂബിലായിക്കോട്ടെ എല്ലായിടത്തും ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് മേടിക്കാം, ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവ് ആക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, മീൻസ് ഇംഗ്ലീഷിന് നിങ്ങൾ പേടിക്കണ്ട. മീൻസ് ആദ്യം നിങ്ങൾ ഇംഗ്ലീഷിനെ പേടിക്കുന്നത് ഒഴിവാക്കണം. മീൻസ് ഇംഗ്ലീഷ് പേടിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉണ്ട്. ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങൾ നന്നായിട്ട് വായിക്കണം. മീൻസ് നിങ്ങൾ ഈ ഒരു സമയം ഇനി ഒരു ദിവസമുണ്ട്, ഒരു ദിവസം എന്നുള്ള ടൈം ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങൾ നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാഠത്തിൻ്റെയും സമ്മറിയില്ലേ, ആ സമ്മറി മീൻസ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള പാഠത്തിൻ്റെ സമ്മറിയിലെ കുറച്ച് നല്ല നല്ല സെൻറ്റൻസുകൾ ഉണ്ടാവും. മീൻസ് എന്താ പറയുക, നമുക്ക് കാണുമ്പോഴേ ഒരു ഗുമ്മ് തോന്നുന്ന അല്ലെങ്കിൽ ഒന്ന് വായിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാവും. ടെക്സ്റ്റിലെ പാഠത്തിലെ അതേ സെൻറ്റൻസുകളൊക്കെ, അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഓരോ പാഠത്തിൻ്റെയും സമ്മറിയിൽ നിന്ന് മീൻസ് ആ ഒരു പാഠം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോയം ആണെങ്കിൽ ആ പോയത്തിൻ്റെ സമ്മറി എന്തൊക്കെയാണ് പറയുന്നത്, അത് കുറച്ച് കാണാപ്പാഠമായിട്ട് ആ സെൻറ്റൻസ് പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ പഠിച്ചു വെക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മനസ്സിരുത്തി വായിക്കുക. അപ്പം ഇംഗ്ലീഷ് എത്ര പഠിച്ചു കഴിഞ്ഞാലും ഇമ്പ്രൂവ് ആകുകയില്ല, എനിക്ക് ഉള്ള മാർക്കിനേക്കാളും കുറഞ്ഞു പോകുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ച് നിങ്ങളുടെ ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഫോക്കസ് ഏരിയൻ്റെ പുറത്തുള്ള കുറച്ച് പാഠങ്ങളും കൂടെ നോക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇംഗ്ലീഷിൻ്റെ അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക ഇംഗ്ലീഷിൻ്റെ ഇപ്പം നോട്ടീസ്, അതുപോലെ തന്നെ ലെറ്റർ, ഇനി ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, അങ്ങനെ കുറച്ച് ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റുകൾ നന്നായിട്ട് പഠിക്കുക. അതെങ്ങനെയാണ് എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മീൻസ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇത് ചെയ്തിട്ടേ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതാനായിട്ട് പോകാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. മീൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കഴിഞ്ഞ +1 എക്സാമിന് ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ മാർക്ക് വെച്ചിട്ട് മീൻസ് ആ ഒരു മാർക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുതൽ വേണം, 1 മാർക്കാണെങ്കിൽ 1 മാർക്ക്, ഓരോ കുട്ടികൾക്കും അറിയാം എത്ര മാർക്ക് കൂടുതൽ മേടിക്കണം എന്നുള്ളത്. അപ്പം ഓരോരുത്തരുടെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുതൽ മേടിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കിപ്പം കഴിഞ്ഞ എക്സാമിന് 80 മാർക്കാന്ന് വിചാരിക്കുക. മീൻസ് 100 മാർക്ക്, ടോട്ടൽ 100 മാർക്കിൽ നിങ്ങൾക്ക് 80 മാർക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ മീൻസ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആയിട്ടാണ്. അപ്പം ഓരോ പാർട്ടിയിൽ നിന്നും എത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. മീൻസ് ഇപ്പം പാർട്ട് എയിൽ ഇത്ര ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ ഇത്ര ക്വസ്റ്റ്യൻ, പാർട്ട് സിയിൽ ഇത്ര ക്വസ്റ്റ്യൻ, അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്ടിയും എത്ര ക്വസ്റ്റ്യൻസ് മാർക്ക് എഴുതണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എസ്സേ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പം എസ്സേ എഴുതി തുടങ്ങിക്കോ. എസ്സേ എഴുതി തുടങ്ങി അത് മാത്രമായിട്ട് എക്സാം മീൻസ് ആ ഒരു എസ്സേ മാത്രമായിട്ട് ആയി പോകരുത് കേട്ടോ. അപ്പം നിങ്ങൾ
ചെയ്യേണ്ടത് ഏറ്റവും മീൻസ് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് മേടിക്കേണ്ടത് അതിനനുസരിച്ച് എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് ഇപ്പോഴേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് എത്ര എണ്ണം എഴുതാൻ പറ്റും എന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. എക്സാമിന് മുന്നേ വരെ ആ ഒരു കാര്യം എക്സാം എഴുതുന്ന സമയത്തും ആ ഒരു കാര്യം, ഈ ഒരു സെക്ഷനിൽ നിന്ന് എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ പാർട്ട് ബിയിൽ നിന്ന് എനിക്ക് 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 അല്ലെങ്കിൽ 6 ആണെങ്കിൽ 6 ക്വസ്റ്റ്യൻ ചെയ്യണം, പാർട്ട് സിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചെയ്യണം, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങൾ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ടൈമിൽ ഇത്ര ക്വസ്റ്റ്യൻസ്, എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അത്ര പെട്ടെന്ന് എഴുതി പോകണം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ്, ഗ്രാമർ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ടെൻഷൻസ് ഒക്കെ ഉള്ളവർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് വന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. അതിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വെക്കുക, ഗ്രാമർ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് മേടിക്കണം എന്ന് ഇപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പിന്നെ പറയാനുള്ളത്, എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പം എസ്സേ എഴുതി തുടങ്ങി അത് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, അത് തന്നെ വലിച്ചു വാരി എഴുതി നിങ്ങൾ സമയം കളയരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതണം എന്നുള്ളത് നിങ്ങൾ മീൻസ് ഉറപ്പിച്ചിട്ടുണ്ടാവണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസിന് ഇത്ര ടൈം. എസ്സേ ക്വസ്റ്റ്യൻ ഇപ്പം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മീൻസ് ഒരു സൈഡ് 4 സൈഡ് മീൻസ് അപ്പുറം ഇപ്പുറയും കൂടെ കൂട്ടി 4 പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. എസ്സേക്ക് മിനിമം അത്രയെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 പേജെങ്കിലും എഴുതിയിരിക്കണം കേട്ടോ എസ്സേക്ക്. പിന്നെ പാരഗ്രാഫ് തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആൻസർ പേപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. മീൻസ് പേപ്പർ വായിച്ച് നോക്കാതെ തന്നെ ഇതൊരു പകുതി മാർക്ക് കൊടുത്തേക്കാം എന്ന് തോന്നുന്ന രീതിയിൽ വേണം നിങ്ങൾ ആൻസർ പേപ്പർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ അവിടെ കാണിക്കേണ്ടത് കേട്ടോ. ഇപ്പം നോട്ടീസൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങളത് സിമ്പിൾ ആൻഡ് ഹംപിൾ, അതുപോലെ തന്നെ മാർക്ക് വീഴുന്ന രീതിയിലുള്ള നോട്ടീസ് ആയിരിക്കണം. അപ്പം നോട്ടീസിൽ വലിയ വാരി വലിച്ചുള്ള സെൻറ്റൻസുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ട, ഷോർട്ടായിട്ടുള്ള നല്ല ക്യാച്ചി ആയിട്ടുള്ള സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കോളം കാര്യങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ അതൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് മാത്രം ചെയ്യട്ടെ. സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് സമയം കളയാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇംഗ്ലീഷിൻ്റെ മീൻസ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പം നിങ്ങൾ ഇനി ഈ ഒരു എക്സാം വരെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് എത്ര മാർക്ക് മേടിക്കണം എന്നുള്ളത് ഉറപ്പിച്ച് വെക്കുക. മീൻസ് 1 മാർക്ക് കൂടണമെങ്കിൽ 1 മാർക്ക് അതിനനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യണം. ഇനിയിപ്പം എനിക്ക് അത്രയും മീൻസ് 99 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് മുഴുവനും മേടിക്കാനുള്ള കാലിബർ എനിക്കില്ല, 80 മാർക്ക് മുഴുവനും മേടിക്കാനുള്ള കാലിബർ എനിക്കില്ല എന്ന് ഉറപ്പുള്ള കുട്ടികൾ ഇപ്പം 80 മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 90 മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യണം. അപ്പം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറേ അങ്ങോട്ട് എഴുതാനായിട്ട് കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഴുതാൻ പറ്റുന്നത്രയും അവിടെ എഴുതി വെക്കുക. ആ എഴുതുന്നത് പാരഗ്രാഫ് തിരിച്ച്, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട്, ഫുൾ സ്റ്റോപ്പ്, കോമ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസുകൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആൻസർ പേപ്പറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളനുസരിച്ച് മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. ഒരു ദിവസം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ച് ഇംപ്രൂവ്മെൻറ്റ് എക്സാം പോയി എഴുതുക കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇംപ്രൂവ്മെൻറ്റ് മാർക്ക് മേടിക്കാൻ പറ്റും, കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റും. കാരണം ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു പോയിട്ട് +2-ൽ എന്താ പറയുക ഫുൾ A+ പോയിട്ടുള്ള ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അപ്പം ആ ഒരു വിഷമം ഇപ്പോഴേ വരാണ്ടിരിക്കാൻ നിങ്ങളിപ്പോഴേ എന്താ ചെയ്യുക, ഇംഗ്ലീഷിന് A+ അങ്ങനെയുള്ള മീൻസ് ഫുൾ A+ മേടിക്കണം എന്ന് നിർബന്ധമുള്ള കുട്ടികൾ ഇപ്പോഴേ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും കൂടി ഒരു ചാൻസ് നിങ്ങൾക്കുള്ളൂ +1 എക്സാമിൻ്റെ മാർക്ക് മേടിക്കാം. ഇനി +2-ന് നിങ്ങൾക്ക് കൂടുതൽ മേടിക്കാം, അങ്ങനെയല്ല എങ്കിലും +1-നും A+ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാൻസും കൂടി ഉള്ളൂ. ആ ഒരു ചാൻസ് കളയാണ്ട് നല്ല വൃത്തിക്ക്, നല്ല എന്താ പറയുക
കൂളായിട്ടിരുന്ന് ടെൻഷൻ ഒന്നും വേണ്ട. ഇംഗ്ലീഷാണ്, മീൻസ് നമ്മൾ വായിച്ച് നല്ലോണം ഇരുന്ന് വായിക്കുക. നിങ്ങൾ എന്താ പറയുക, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞ് സമയം കളയാണ്ട് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് എല്ലാ പാഠങ്ങളും വായിക്കണം എന്ന് പറഞ്ഞ് ഇരുന്ന് നിങ്ങൾ വായിച്ച് കൂളായിട്ടിരുന്ന് എൻജോയ് ചെയ്തിരുന്ന് പഠിച്ചിട്ട് പോയി എക്സാം എഴുതിക്കോ കേട്ടോ.